12th പോയിന്റ് ആണ്. 12th പോയിന്റ് റിയൽറ്റിമേറ്റ് പോയിന്റ് ആണ്. ഇത് 11ാമത്തെ പോയിന്റ് ആണ്, സെന്ററാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 12th പോയിന്റ് പ്രത്യേകത നമ്മൾ പറഞ്ഞു, എല്ലാ നമ്മുടെ എലിമെന്റ്സും അതുപോലെ എല്ലാ ക്വാളിറ്റീസും എല്ലാം യോജിക്കുന്ന സ്ഥലമാണ് 12th പോയിന്റ്. അപ്പോൾ ദാജി സ്പിരിച്വൽ അനാറ്റമിയിൽ ഗംഗ യമുന സരസ്വതി യോജിക്കുന്ന പ്രയാഗ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള പേഴ്സണാലിറ്റീസ്, നമ്മളോട് പല പേഴ്സണാലിറ്റീസ് ഉണ്ട്, ആയിരക്കണക്കിന് കോടാനുകോടി പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതെല്ലാം യോജിച്ച് ഞാൻ എന്നുള്ള ഭാവമാണ് പരബ്രഹ്മം. അതിനുശേഷം നമ്മൾ പ്രഭുഭാവമായി, പ്രഭുഭാവം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ 12th പോയിന്റ് കോൺസെൻട്രേറ്റ് എന്നാൽ അത്രയും പ്യുവറായി നടത്തുക. ഇനി നമുക്ക് സെപ്പറേഷൻ ഇല്ല, പ്രപഞ്ചങ്ങളുടെ ആധാരവും ഒക്കെ ഒന്നായി മാറിക്കില്ല, അപ്പം അത്രയും പരിശുദ്ധമായി മാറിക്കില്ല, കോൺസെൻട്രേറ്റഡ് എസൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും എന്ത് തരത്തിലുള്ള ചിന്ത വന്നാലും അത് പ്യുവറാണ്, അത് നടക്കും. അങ്ങനെയുള്ള സജഷൻസ് വയ്ക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് 11ാമത്തെ പോയിന്റ്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ശരിക്കും യൂണിവേഴ്സിനെ മുഴുവൻ എന്താ പറയുക റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഞാനായിട്ട് മാറുന്നുണ്ട്. അപ്പൊ പ്യുവറാണ്. ഈ ഞാൻ തന്നെയാണ് അവിടെ പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം ഇനി അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല, ഞാനും പിന്നെ ഉണ്ടാകുന്ന അദ്ദേഹവും. അപ്പൊ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഞാനും പ്രപഞ്ചവുമായി, ഞാനും അതേഴ്സ്, ഐ ആൻഡ് അതേഴ്സ് എന്ന കോൺസെപ്റ്റായിട്ട് ഇതുവരെ നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലോകത്തിൽ നമുക്ക് സഹായിക്കുന്നതാണ്. വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാനുണ്ട്, എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്, എൻ്റെ ജോലിയുണ്ട്, ലോകം ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതില്ലെങ്കിൽ ഞാനില്ല, ഞാൻ നല്ലതില്ല, അതേഴ്സില്ലെങ്കിൽ ഞാനില്ല. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. നമ്മുടെ ബേസ് തന്നെ യൂണിവേഴ്സ് അതർനെസ് ആണ്. അപ്പൊ അതർനെസ് പോയി നമ്മുടെ ഉള്ളിൽ എല്ലാ വിധത്തിലും സെപ്പറേഷൻ മാറി ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പേ തന്നെ നമ്മൾ അതർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മാസ്റ്റർ. ഇവിടെ ദ്വന്ദ്വ തന്നെ അദ്ദേഹത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ യൂണിവേഴ്സിനെ കാണുന്നതിന് പകരം പ്രപഞ്ചത്തിന് മുഴുവൻ മാസ്റ്ററിൽ കാണുന്ന തരത്തിൽ നമ്മൾ മാറണം. അപ്പൊ ദൗ രാജി പറയുന്ന ഐ മൈസെൽഫ് എന്ന് മാറിയിട്ട് ദൗ ആൻഡ് ഐ ആയിട്ട് മാറും, അദ്ദേഹത്തിൻ്റെതായിട്ട് മാറും. ഭഗവത്ഗീതയിൽ പറഞ്ഞു യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി, എന്തിലെല്ലാം കാണുന്നത്, അതായത് മാസ്റ്ററിലെല്ലാം കാണുന്നത്. ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇനി നമ്മൾ ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ്. ഞാൻ ബ്രഹ്മരന്ധ്രം എന്നത് ലാലാജി മഹാരാജ് സത്പത് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീരാമചന്ദ്ര മിഷന്റെ ഡയഗ്രം ബ്രഹ്മം നോക്കിയാൽ സത്പത് എന്നാണ്. സത്പത് അത് കടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു കിടങ്ങാണ്. ചാരിജി മഹാരാജ് ഒരു സ്വപ്നത്തെ കുറിച്ച് അബുൾ ബബുൾ പറയുന്നത് വായിച്ചു നോക്കുന്നത്. ചാരിജി മഹാരാജ് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് പൊട്ടന്റ് മൊമെന്റ് ഓഫ് സ്പിരിച്വാലിറ്റി എന്നൊരു സ്വപ്നത്തെ കുറിച്ച് പറയുന്നത്. സ്വപ്നമല്ല, ഒരു അനുഭവം. ഉണർന്ന സമയത്ത് ഉണർന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയൊരു കോട്ടയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ കോട്ടയുടെ ചുറ്റും വലിയൊരു കിടങ്ങാണ്. കിടങ്ങ് വന്നല്ല, വെള്ളം കെട്ടി നടക്കുന്ന ഒരു കിടങ്ങ്, ശത്രുക്കൾ കടക്കാൻ കിടങ്ങ്. അപ്പൊ അതില് വെള്ളം ഇങ്ങനെ ചുഴി പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. സെറ്റിൽ വെള്ളമില്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളം. അപ്പൊ അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചാരിമാരാജ് ഇവിടെ എത്തി. അപ്പൊ വല്ലാതെ ദുഃഖം അനുഭവിച്ചത്, ആഴത്തിലൊരു പെയിൻ. ഞാൻ എന്തിനാണ് ഇവിടെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഒരു ഫീലിംഗ്. അപ്പൊ ചാരിമാരാജ് വരുന്നത് സമയം എന്ന് പറയാൻ പറ്റില്ല, അത്രയും അഗാധമായിട്ടുള്ള വേദനയാണ്. അപ്പോഴാണ് ചാരിജി മഹാരാജിന് മനസ്സിലായത് ഞാൻ പ്രസന്റ് ആവാതെ, ഞാൻ ഇന്ത്യയിലെ പ്രവൃത്തി നടത്തിക്കാതെ. എപ്പോഴും നമ്മൾ എന്ത് പ്രവൃത്തി നടത്തുന്നത് നമ്മൾ ഉണ്ടാവും, ഞാനുണ്ടാവും, ഉണ്ടാവും. ഈ സ്ഥലത്ത് ഒരു സമയത്ത് നമ്മൾ പ്രത്യക്ഷപ്പെട്ടാൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശ്വരൻ അവതാരമായിട്ട് വരുന്നത്. ഈശ്വരനൊന്നും ചെയ്യാൻ പറ്റില്ല, ഈശ്വരൻ മനസ്സില്ല. ഇപ്പൊ ഇലക്ട്രിസിറ്റിക്ക് പ്രവർത്തിക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി സ്വിച്ച് ഓൺ ചെയ്യാനൊരു ആള് വേണം അല്ലെ. ജനറേറ്റർ ഉണ്ട്, വിചാരിച്ചിട്ട് കറണ്ട് ഉണ്ടാവില്ല. ജനറേറ്റർ വാങ്ങി വെച്ചു, വയറിങ് ചെയ്തു, പിന്നെ അത് കറങ്ങാൻ അതിന് പുറകിലൊരു ചാലക ശക്തി വേണം. അതാണ് ഞാൻ ആ സോഴ്സിനെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രസൻസ് വേണം. അതുകൊണ്ടാണ് അവതാരം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രസൻസിന്റെ ശരിക്കും അടിസ്ഥാനം സ്പെഷ്യൽ പേഴ്സൺ ബാബുജി മഹാരാജ്. ബാബുജി മഹാരാജ് അവർ തീരുമാനിക്കുകയാണ് മതി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അപ്പം തന്നെ ചെയ്യണം. നമ്മുടെ എല്ലാവരും ഞാൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ പേഴ്സൺ, നമ്മളത് മനസ്സിലാകും. അതുകൊണ്ടാണ് ഈശ്വരൻ ഇല്ലാതെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ പേഴ്സൺ. ഞാൻ അഹമാത്മാ ഗുണാകേശ. അപ്പോൾ പ്രളയം വേണോ സൃഷ്ടി വേണോ തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ശരീരമല്ല, ആ
അവിടുന്നാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ചടങ്ങ് അത് വലിയൊരു ക്രൂഷ്യൽ പോയിന്റാണ്. കാരണം അവിടെയാണ് സ്കെയിൽ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മൾ കൂടെ വളരെ നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അവിടെ സെപ്പറേഷൻ ആയി ആ സെപ്പറേഷൻ കറക്റ്റ് ഭയങ്കര ശത്രുത. ശരിയല്ലേ? ഇത്രയും ശത്രുക്കളെ അത്രയും ശത്രുക്കൾ പിന്നെ ഉണ്ടാവില്ല. അത്ര വലിയ ശത്രുക്കൾ അവരുടെ സിനിമകളിൽ വന്നു അവർ പരസ്പരം കൊല്ലാൻ നോക്കും, ഉപദ്രവിക്കാൻ നോക്കും. അത് ഈ സെപ്പറേഷൻ ഇങ്ങനെ ഇത്ര പേരുണ്ടാകും. കാരണം അത് അതിന്റെ തുടക്കമാണ്. ഇപ്പൊ നമ്മളൊരു വഴിയിൽ സഞ്ചരിക്കും, വഴി തെറ്റുന്നത് എപ്പോഴാണ്? ജംഗ്ഷൻ അല്ലെ? ഇങ്ങനത്തെ കവല കിട്ടും. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ വഴി തെറ്റും. ആ മൊമെന്റാണ് വഴി തെറ്റാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ പോകും. കുറെ ദൂരം പോകുമ്പോൾ കിലോമീറ്ററോട് പോകുമ്പോഴാണ് മനസ്സിലാവുന്ന വഴി തെറ്റി. പിന്നെ അത്രയും തിരിച്ചെടുക്കണം. എത്ര സമയം പോകും? ഇവിടെ മനസ്സിലാക്കാറില്ലോ, അപ്പൊ തന്നെ നമുക്ക് നടക്കും. നിമിഷം പോലും കാർ എഴുതിരിക്കണം, വേണ്ട എഴുതിരിക്കണം, ഇവിടെ തിരിച്ചാൽ മതി എന്ന് പറയുന്നത് വഴി ചെയ്യും അല്ലേ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ സെപ്പറേഷൻ, ഞാൻ നിങ്ങളുടെ ഈ സെപ്പറേഷൻ വരുന്നതാണ് വ്യക്തത. അവിടെയാണ് നമുക്ക് വേദന വരുന്നത്, പെയിൻ ഓഫ് സെപ്പറേഷൻ വരുന്നത്. അവിടെ ആ സെപ്പറേഷൻ സമയത്ത് നമ്മൾ അത്രയും പവർഫുള്ളാണ്. നമുക്ക് ആ പവറിനെ നമുക്ക് വേണ്ടാത്ത രീതിയിലേക്ക് ഡിസ്ട്രക്റ്റ് പോകും. നമുക്കറിയാം, സെപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഡിസ്ട്രക്ഷനാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്തു, ജാഫർ ടിപ്പു സുൽത്താൻ ഒറ്റിക്കൊടുത്തു, പല കഥകളും നമുക്ക് അങ്ങനെ സഹോദരന്മാർ പരസ്പരം മല്ലിട്ടുണ്ട്, ഉപദ്രവിക്കുന്നു. കാരണം ഈ സെപ്പറേഷൻ അത്ര സ്ട്രോങ് ആണ്. അത് ആദ്യം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ആ പവർ ഡിസിപ്പേറ്റ് അത് ശരിക്കും ലോകത്തിനെ പോലും നശിപ്പിക്കാൻ നടക്കുന്ന ശക്തിയാണ്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്, സ്പാർക്ക് യുണൈറ്റഡ് ബേർഡ്സ് ദ വില്ലേജ്. രണ്ട് അയൽക്കാർ വളരെ സ്നേഹത്തിൽ കഴിയും. ഒരു ദിവസം ഇവിടുത്തെ കുട്ടി ആ കുട്ടിയായിട്ട് അടി കൂടിയപ്പോൾ എന്തോ വീട് തലമുട്ടിച്ച് ഇവിടുത്തെ അമ്മ ഇവിടുത്തെ അവരും ചെയ്തു, ഈ ചക്കരം ചെയ്തു, നീ എന്താ കാണിച്ചത്? അപ്പൊ അവിടുത്തെ അമ്മ ഈ കുട്ടിയെ ചെയ്തു. അമ്മമാരും റെഡിയായി കഴിയും, അച്ഛന്മാരും കൊടുക്കും, അച്ഛന്മാരും അമ്മമാരും അടിയും. അപ്പൊ ഇവര് ബന്ധുക്കളും, രണ്ട് ബന്ധുക്കളും തമ്മിലടിയും. കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ സൈഡിൽ നാട്ടിൽ കൂടെ അടിയും. അവസാനം ഈ ദേഷ്യത്തില് രാത്രി ഈ ഒരാള് ഒരു തീച്ചു പന്തെടുത്തിട്ട് തൊട്ട് തീ കൊടുക്കും. തീ കൊടുത്തേപ്പോ ആ തീ കൊണ്ട് വില്ലേജ് കൊണ്ട് കത്തി നശിക്കുന്നു. മനസ്സിലായി? ഇത് അവരൊന്ന് നോക്കിയിട്ട് ഈ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ കത്തലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തല്ലി കുട്ടികൾക്ക് പ്രശ്നം അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾക്ക് ഇതാണ് ആങ്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആങ്കറും ആഗ്രഹവും ഒരേ തരത്തിലാണ്. കാമവും ക്രോധവും, ഭഗവതിമാരെ കാമവും ക്രോധവും ഡിവൈനായിട്ട് പ്രിൻസിപ്പിൾസ് ആണ്, മാറ്റമില്ല. കാരണം കാമം തന്നെയാണ് ക്രോധത്തിന്റെ ഉത്ഭവം. കാമം എന്താണ്? ഞാൻ സെപ്പറേറ്റ് ആയി, എനിക്ക് അത്രയും അവിടേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹം, പക്ഷെ എന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. അപ്പൊ ഈഗോ സമ്മതിക്കാത്തത് പുറത്തേക്ക് ഡയറക്റ്റ്, അത് ദേഷ്യമായിട്ട്. അപ്പൊ ഈ ദേഷ്യത്തിൽ നമ്മൾ ശരിക്കും ഡയറക്റ്റ് കാമം വിചാരിക്കും. അതിലൊരു സിംബിളൈസേഷനാണ് ശിവൻ കാമദേവനെ കത്തിച്ചു കളയുന്നത്. ക്രിക്കറ്റ് പറഞ്ഞിട്ട് കാമദേവനെ കത്തിച്ചു കളയും. കാരണം ശിവന്റെ തപസ് ഡിസ്റ്റർബ് ആയി. അപ്പൊ അത് കാണിക്കുന്ന നമ്മുടെ ദേഷ്യത്തെ, കാമത്തെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഡിസൈർസിനെ എടുത്തു കളയാനാണ് ശരിക്കും ആങ്കർ ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും പൊട്ടനാണെന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ ഞാനുള്ള ഭാവം വളർന്നു വരുന്ന അതേ സമയം, സെപ്പറേഷൻ സമയം. സെപ്പറേറ്റ് സമയത്താണ് ഈ യോജിപ്പിന്റെ സമയം. സെപ്പറേറ്റ് സമയം ഡിസെൻഡിങ് തലമാണ്. ലൂസിഫർ സറ്റാനായി, ലൂസിഫർ ഏറ്റവും നല്ല ഏഞ്ചലായിരുന്നു, പക്ഷെ സറ്റാന്റെ അധിപനെ ഒന്ന് പറഞ്ഞു. ഇതൊക്കെ കാണിക്കുന്നത് ഈ ഒരു സെപ്പറേഷന്റെ ആ ഒരു ഫാക്ടറാണ്. അപ്പൊ ഈ 12th പോയിന്റ് അത്ര പവർഫുൾ ആവുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അത്രയും പ്യൂറായി, പക്ഷെ അത് നമുക്കൊരു വീഴ്ചയുടെ കാരണം. ബ്രഹ്മരന്ധ്രം എന്ന് പറയും, നമ്മുടെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരു ഹോളുണ്ട്, ബ്രഹ്മരന്ധ്രം. അതിലൂടെയാണ് ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ആത്മാവ് സോഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ജന്മം എടുക്കാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ആകാത്ത പോലെ മനസ്സിലായി എന്താ ചെയ്യുന്നത് മനസ്സിലായി. ടേക്ക് ഓഫ് ചെയ്യണമായി റെഡി ആയിട്ടില്ല. മാസ്റ്റർ നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കും. അങ്ങനെയാണ്. അപ്പൊ നമ്മള് അമ്മയെ കാണിച്ചു, അമ്മയെ കണ്ടു, നേരത്തെ തന്നെ തീരുമാനിച്ചു അമ്മേനെ ആരാണ്, അച്ഛനാരാണ്, ബന്ധുക്കളാരാണ്, ആരുടെ കൂടെ ജീവിക്കും, ഇയാളുടെ. അപ്പൊ സോള് പറയണ്ടോ, ഞാൻ വരാം, ഞാൻ ദേഷ്യം പിടിക്കാൻ വരും, നീ ആ ദേഷ്യം മറികടക്കണം, നമുക്ക് രണ്ടും ഒരുമിച്ച് വളരാൻ പറഞ്ഞാൽ വരും. ഓക്കെ, എല്ലാം മനസ്സിലായി. കയറി വന്നു ഇവിടെ പോയി എല്ലാം പഴയ സ്വഭാവങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി.
ഇനി അതൊക്കെ കറക്റ്റ് ചെയ്ത് തിരിച്ചു വന്നു ബ്രഹ്മരംഗത്തൂടെ തിരിച്ചു പോകാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പോകാനുള്ള ഫീലിംഗ് വരാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ റിസ്ക്. സോളിന് പ്യൂരിറ്റി വന്നു 12ാമത് പോയിട്ട് ഇനി മതി എൻ്റെ കഴിഞ്ഞു ഞാൻ പോവുകയാണ്. കാരണം എനിക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എല്ലാം ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഡിസെപ്റ്റ് സംഭവിക്കുന്നു. അപ്പൊ അത് മറികടക്കണമെങ്കിൽ അവിടെയാണ് നമ്മളെ മറക്കണം പറയുന്നത്. നമ്മളെ മറക്കുന്നത് കഴിഞ്ഞാൽ അപ്പോഴാണ് മാസ്റ്ററുടെ ആവശ്യം. ഒരു അദ്ദേഹത്തിന്റെ അവിടെ ആവശ്യമുണ്ട്. അവിടെ ആവശ്യമില്ല. അതത് മാറിയിട്ടാവും മാസ്റ്റർ നമ്മൾ പോകും. മാസ്റ്ററുടെ കയ്യിലേക്ക് നമ്മൾ സമർപ്പിക്കും. മാസ്റ്റർ നമ്മളെ എടുത്തിട്ടാണ് പോകുന്നത്. മാസ്റ്റർ അവിടെ ശരിക്കും ഒരാൾ തന്നെയാണ്, രണ്ടാളല്ല, ഒരാൾ തന്നെയാണ്. പക്ഷെ നമുക്കൊരു അങ്ങനെ ഒരു മാസ്റ്ററുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളത് കടക്കാൻ പറ്റില്ല. നമ്മളെ മറക്കാൻ പറ്റില്ല. നമ്മളെ മറക്കാൻ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് ഫോർഗെറ്റ് യുവർസെൽഫ് ആൻഡ് റിമെമ്പർ ഹിം. അപ്പോ 12th പോയിന്റ് അത്രയും ക്രൂഷ്യലാണ്. പരിശുദ്ധിയുടെ ആ അറ്റത്തെത്തില്ല. പ്യൂരിറ്റി ഭയങ്കര പ്യൂറാണ്. അവരുടെ പ്യൂർ തോട്ട്സ്, പ്യൂർ ഇന്റൻഷൻസ്, പ്യൂറായിട്ട് ചിന്താഗതികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരാൾ പറയുമ്പോൾ നടക്കുന്നതാണ്. അപ്പൊ അമ്മ ഭയങ്കര വരില്ലേ ചിന്തിക്ക് വേണ്ടി കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഈഗോ പ്രത്യക്ഷമുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ അല്ല, ഞാനല്ല, ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല എന്നും മനസ്സിലാക്കാൻ പറ്റാതെ പറ്റുന്നപ്പോൾ പുറത്തുനിന്നൊക്കെ അത് ശീലിച്ചിട്ടാവും. കുറേ കാലം വെയിറ്റ് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ ശീലിക്കണം. നമ്മളെപ്പോഴും പലതിനെയും സപ്പോർട്ട് ചെയ്ത് ജീവിച്ചവരാണ്. പലതിനും ശക്തി കൊടുത്ത് ജീവിച്ചവരാണ്. നമ്മൾ ഒരിക്കലും മാസ്റ്റർക്ക് ശക്തി കൊടുത്തില്ല. മാസ്റ്റർ നമ്മൾ സമർപ്പിച്ചിട്ടില്ല. നമ്മൾ ലോകത്തിൽ പലതിനും നമ്മൾ സ്ട്രെങ്ത് കൊടുക്കും. ഇന്നലെ നമ്മളൊരു സിനിമ ഉണ്ട്, മാജിക് ബോക്സ്. ഒരു സിനിമ ഉണ്ട്. ഒരു കുട്ടിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നത് ഞാനൊരു മാജിക് ബോക്സ് ആണ്, അത് കയ്യിൽ വെച്ചിട്ട് നീ സ്റ്റേജിൽ തരുന്നത്. അപ്പോൾ ഇവള് മാജിക് ബോക്സ് തുറക്കരുത്, അത് തുറന്നാൽ ശക്തി പോകും. അപ്പോൾ ഇവള് ശരി മുത്തശ്ശി പറഞ്ഞതല്ല. അവള് സ്പീച്ച് അസലായിട്ട് പെർഫോം ചെയ്യും. എന്നിട്ട് തിരിച്ചൊരു മുത്തശ്ശിയുടെ മാജിക് ബോക്സ് ആണ് എന്നെ ഞാൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ മാജിക് ബോക്സ് തുറന്നു പെട്ടിയില്ല. അപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുത്തശ്ശിയെ പിന്നെ പറ്റിക്കുകയായിരുന്നു. അപ്പോൾ അല്ല മോളെ, ഇത് കാണിച്ചെന്താണ് നിന്റെ ഉള്ളിലാണ്. ഇത് ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ്. മാജിക് ബോക്സ് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വളരാനുള്ള, ധൈര്യം വരാനുള്ള ഒരു കാറ്റലിസ്റ്റാണ്. അതുപോലെ കാറ്റലിസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടുന്ന ഏലസ്, നമ്മൾ കിട്ടുന്ന മാല, നമ്മൾ പൂജിക്കുന്ന രൂപങ്ങൾ, ഈശ്വരന്മാർ, ഇതൊക്കെ കാറ്റലിസ്റ്റാണ്. അവരൊന്നുമല്ല നമുക്ക് ശക്തി. നമ്മൾ എനിക്ക് എവിടെയോ ശക്തി, ആ ദൈവമാണ് എനിക്ക് ശക്തി ചെയ്യുന്നത്, ആ രൂപമാണ് എനിക്ക് ശക്തി ചെയ്യുന്നത്, ആ പൂജയാണ് അതൊന്നുമല്ല ശക്തി ചെയ്യുന്നത്. അവിടേക്കുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉള്ളിൽ വിശ്വാസം ചെയ്യുന്നത്. ഇത് ജനിച്ചില്ലെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കും. അതുകൊണ്ടാണ് ലാലാജി മഹാരാജ് പറയുന്നത്, നിങ്ങൾ പുറത്ത് പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷ്ണു നിങ്ങളെ ചെകുത്താനായി മാറും. ലാലാജി ചെയ്യുന്നുണ്ട്, വിഷ്ണു ബിക്കം സറ്റാൻ, മാസ്റ്റർ ബിക്കം സറ്റാൻ. അപ്പൊ നമ്മൾ ഒരിക്കലും പുറത്ത് പ്രതീക്ഷിക്കാൻ, ഉള്ളിലേക്ക് കണക്ഷൻ ലഭിക്കാൻ നമുക്ക് സാധിക്കണം. ആ കണക്ഷൻ തരാൻ മാസ്റ്റർക്ക് വരും. ഇതാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. പക്ഷെ വളരെ എളുപ്പമാണ്. നമ്മൾ ഉപയോഗിച്ചാൽ മതി, അനുസരിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ചിന്തകൾ മാറ്റി വയ്ക്കും. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു നിഷ്കളങ്കത വരണമെന്നാണ് ബാബുസ്. നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് സ്നേഹമായി മാറണം എന്നുള്ള ഒരു വ്യത്യാസം വരിക. നമുക്ക് നിഷ്കളങ്കത, മാസ്റ്ററിന്റെ നിഷ്കളങ്കത നമുക്കറിയാം. മാസ്റ്റർ വളരെ നിഷ്കളങ്കനാണ്. മാസ്റ്റർ തീരുമാനം പറയുമ്പോൾ മാസ്റ്റർ തീരുമാനം. ഇന്നലെ നമ്മൾ മാസ്റ്ററുടെ വീഡിയോ ആരോ വന്നിട്ട് മാസ്റ്റർ അങ്ങയുടെ കാലിന്റെ കീഴിലുള്ള മൺതരിയാണ് ഞാൻ എന്ന് പറഞ്ഞു. മാസ്റ്റർ ഈ പറഞ്ഞ വളരെ ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ വിചാരിക്കാം അങ്ങനെ പറഞ്ഞു. അയാൾ വിചാരിക്കും ആദ്യം എന്തിനാ അമ്മാവയാണ് അല്ലേ? ഇതേ ആളല്ലേ മൺതരിയാണെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് മാസ്റ്ററിന്റെ മാസ്റ്റർ എന്താ പറയുക, ഒന്നും പറയാനില്ല, ഉണ്ടാണ്ടിരിക്കും. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് കേൾക്കേണ്ടത് എന്താ, ഉത്തരം എന്താണെന്നുള്ള അവർക്കെന്നെ എന്തോ ചോദിക്കുകയാണ്. അപ്പോ നമ്മൾ ഒരിക്കലും മാസ്റ്റർ മുതൽ ഞാൻ സമർപ്പിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല, ഞാൻ അത് ചെയ്യുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. മാസ്റ്റർ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു മാസ്റ്റർ എന്ന് പറയുന്നത്. ബാബുജി മഹാരാജ് പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെ പറയണമെന്ന് തന്നെ പറയാം. ഓൺ സ്റ്റൈൽ. അപ്പൊ അതെല്ലാം നമ്മൾ പറയുന്നത് നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈശ്വര ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങനെ ഭക്തനാണ്, എന്നിട്ട് അങ്ങനെ തന്നെ പോലെ നോക്കാത്തത്, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. അതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈഗോ. വേറെ കാര്യം നോക്കണ്ടേ, നമുക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ മാസ്റ്റർ എപ്പോഴും പ്രവർത്തിക്കുന്നത് എന്തൊരു ധൈര്യം നമുക്ക് വേണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, കോൺഫിഡൻസ് ഉണ്ട്. തെറ്റ് സംഭവിച്ചാലും എന്റെ തെറ്റല്ല, അത് നടക്കേണ്ടതായിരുന്നു. അത് നമ്മൾ പെർഫോമൻസ് ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ കണ്ടീഷൻസും നോക്കിയിട്ട് ആ
ഷാജി ബാലാജി പ്യൂരിറ്റിനേക്കാളും പ്രധാനം സ്നേഹമാണ്. പ്യൂരിറ്റിയും സ്നേഹവും തമ്മിലൊരു ക്ലാഷ് വന്ന പ്യൂരിറ്റിക്ക് ബദലായിട്ട് സ്നേഹത്തെ. അതിന് ഉദാഹരണം നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ പറ്റിയാണ്. ശുദ്ധി വരുമ്പോഴും അവർ അകന്നതെന്ന് പോകാറ്. ശുദ്ധമായിട്ട് പൂജിക്കുക എന്ന് തുടങ്ങല്ല. എന്നതില്ലേ നമ്മളിപ്പോ വീട്ടിലുണ്ട് ശുദ്ധമാണ് തുടരുത്. ശുദ്ധം കാരണം വെള്ളം കൊടുക്കാത്തവരെ മരിക്കാൻ വെക്കുന്നവരെ വെള്ളം കുടിക്കില്ല. ഞാൻ ശുദ്ധമാണ്, വെള്ളം ശുദ്ധമാണ്. അപ്പൊ ശുദ്ധി പലപ്പോഴും നമുക്ക് ഈഗോ ഉണ്ടാക്കണം. പരിശുദ്ധമാണെന്നുള്ളത് പരിശുദ്ധമാണ് എന്ന് വേണ്ട. നിഷ്കളങ്കതാണ്. കുട്ടിക്ക് പരിശുദ്ധി തരും. കുട്ടി കുളിച്ച് വന്ന് അപ്പത്തെ ചലിക്കില്ല. അവർക്കറിയില്ല എന്താ കുളിച്ചെന്ന് കുളിക്കാമെന്ന് അവർക്കറിയാം. പഞ്ചീകരിക്കാനുള്ള പഞ്ചീകരിക്കാന്ന് പറഞ്ഞാൽ അവർ നിഷ്കളങ്കത. അപ്പൊ ആ നിഷ്കളങ്കത നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒബേ ചെയ്യാറുണ്ട്. ഞാനല്ല ഉത്തരവാദി, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യും. ഞാൻ ഒരിക്കലും മോശം ചെയ്യില്ല എന്നൊരു തീരുമാനം നമുക്ക് വേണം. അല്ല അദ്ദേഹമാണല്ല ചെയ്യണം അപ്പൊ ഞാൻ തോന്നിയത് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹമാണ് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും തെറ്റ് വരാൻ പറ്റില്ല. ഞാനത് കറക്റ്റായിട്ട് ചെയ്യും. അതിലേക്ക് ഞാൻ പറ്റില്ല, ഫ്രൂട്ട്ഫുൾ ആവും. ഇതൊക്കെ ഒബീഡിയൻസിലേക്ക് സമർപ്പണത്തിൽ നയിക്കുന്നതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. ഈ മൊമെന്റ് ഓഫ് സെപ്പറേഷൻ അതാണ് 12th പോയിന്റിന്റെ കാരണം. ഇപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്തു ഈ 12th പോയിന്റിൽ പൂർണ്ണമായിട്ട് ഒരു സെറ്റിൽനെസ് കണ്ടന്റിൽ ഇനി എനിക്ക് പോണ്ട മതി ആയി അത് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇവിടെ 2-3 എലിമെന്റ്സ് ഉണ്ട്. ഒന്ന് ആത്മാവില്ല, മെയിൻ എലിമെന്റ് ആത്മയാണ്. 12th പോയിന്റ് 12 ക്വസ്റ്റ്യനിലുള്ളത് ഫയർ എലിമെന്റ്, 6 ക്വസ്റ്റ്യൻ വാട്ടർ എലിമെന്റ്. 2 പോയിന്റ് ഭൂമിയും വായുവും പോകും. ആങ്കർ വളരെ ഈ ഫയർ എലിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഫയർ എലിമെന്റ് ആണ് ആങ്കർ, ഫയർ എലിമെന്റ് ആണ് സ്നേഹം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫീറ്റ് സ്നേഹവും ആങ്കർ. ആങ്കർ നമുക്ക് ഉള്ളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങളെ കരിച്ചു കളയുന്ന ശക്തിയാക്കി മാറ്റും, തപശക്തിയാക്കി മാറ്റും. നമ്മുടെ ഉള്ളിലെ കാലശക്തിയുണ്ട്. ബാബുജിമാരെ കാലശക്തിയെ ദയാലശക്തി രണ്ടും തന്നെ, രണ്ടും സ്നേഹം തന്നെ. 2 രീതിയിൽ ഉപയോഗിക്കുന്നത്. ദയാലശക്തി തന്നെയാണ് കാലശക്തി. കാലശക്തി നമ്മൾ ക്ലീനിങ് ഉപയോഗിക്കും, പ്രാണാവധി. ദയാലശക്തി എന്ന് പറഞ്ഞാൽ അതേ പ്രാണാവധി തന്നെ നമ്മളെ മെഡിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം കളികള ഉപയോഗിക്കുന്നു, അതേ വെള്ളം തന്നെ കുടിക്കുന്നു. നമ്മൾ വളരെ കുടിക്കുന്നു. 2 വെള്ളം തന്നെയാണ്. ഒരു ഉദാഹരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷന് ഈ ഒരു കാര്യം, അതായത് എൻ്റെ ഉള്ളിലുള്ള ക്രോധം, സെപ്പറേഷന്റെ ക്രോധം ഞാൻ ഒത്തിരി പുറത്തേക്ക് വിടില്ല. മാസ്റ്ററിലേക്കുള്ള പരിപൂർണ്ണ സ്നേഹമായിട്ട്, മാസ്റ്ററിലേക്ക് ഒബീഡിയൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ യാത്രയിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് കിട്ടിയിരിക്കും. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ആദ്യം തന്നെ ഭൂമിവാതാവരണങ്ങളും സർവചരാചരങ്ങളും അന്തരീക്ഷങ്ങളും എല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തും. ആദ്യം നമുക്ക് ഫസ്റ്റ് പോയിന്റിലെ ധ്യാനം ആരംഭിക്കാം. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്രോതസ്സുകളും ദിവ്യ സ്രോതസ്സുകളും ഉപയോഗിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നു എന്നുള്ള ആ സങ്കല്പത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവതരിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം ഉപയോഗിക്കുക. Please start.
12ാമത്തെ പോയിന്റ് ഒരേ സെൻട്രൽ ആത്മ. 12ാമത്തെ പോയിന്റ് പറയുമ്പോൾ ശാസ്ത്രജ്ഞരെ കണ്ടെത്തുന്നത് 4 പോയിന്റാണ്. നമ്മുടെ 2 ചെവികളും അങ്ങോട്ട് ഏതോ മോഡ് കണക്കുന്ന ഓരോ ശാസ്ത്രജ്ഞരുണ്ട്. അവിടുന്ന് 4 പുറത്തേക്ക് കഴിഞ്ഞാൽ അത് 2 പോയിന്റാണ്. പഞ്ചഭൂതങ്ങളും എല്ലാം പ്യൂരിഫൈഡ് ആയി കഴിഞ്ഞു. പൂർണ്ണമായിട്ട് പരിശുദ്ധി പ്യൂരിറ്റി ശരിയായിട്ട് തിരിച്ചറിവും ശരിയായിട്ട് ചിന്താഗതിയും ജീവിതത്തിനോടുള്ള സത്യസന്ധമായിട്ട് സമീപനവും ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികം ആയി കഴിയും എന്ന സാഹചര്യം. നമ്മൾക്ക് ഈ മുമ്പിൽ മാസ്റ്റർ പോലെ ആയിരിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതി മാത്രമേ സംഗതി മാത്രമേ മാസ്റ്ററുടെ പൂർണ്ണമായിട്ട് ഭക്തിഭാവത്തോട് കൂടിയിട്ട് സ്വയം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചു പൂർണ്ണ അനുസരണയോടുകൂടി ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കുന്നത് പൂർണ്ണമായ സമർപ്പണ ഭാവം ഇതിൽ കൊണ്ടുവന്ന് ഭക്തിസ്നേഹ ഭാവത്തോടുകൂടി പ്രാർത്ഥനാ ഭാവത്തോടുകൂടി കുറച്ചു നേരം മുന്നിൽ start. മാസ്റ്ററുടെ ഉപകരണങ്ങളായി ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും.